നമ്മളൊക്കെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്ന ആളുകളാണ്. തിരക്കേറിയ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ വെച്ചോ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ വീഡിയോ മുഴുവനായും കാണുക. ഈ വീഡിയോയിലൂടെ ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം പെട്ടെന്ന് കുറയുമ്പോഴാണ് ഒരാൾ കുഴഞ്ഞു വീഴുന്നതും ബോധക്ഷയം സംഭവിക്കുന്നതും. ഇങ്ങനെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിൽ കുറവ് വരാൻ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ കൺമുന്നിൽ വെച്ച് ഒരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഒരിക്കലും പാനിക് ആവാനോ ഷൗട്ട് ചെയ്യാനോ പാടില്ല. നമ്മൾ കാമായി ആ വീണ് കിടക്കുന്ന ആളുടെ അടുത്ത് ചെന്ന് പതിയെ അയാളെ തൊട്ടു നിർത്താൻ വേണ്ടി ശ്രമിക്കുക. അയാളുടെ പേരറിയുമെങ്കിൽ പേര് വിളിച്ച് തന്നെ അയാളെ തട്ടി ഉണർത്താൻ വേണ്ടി ശ്രമിക്കുക. അയാൾ അതിന് പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നീട് അയാളുടെ ബ്രീത്തിങ്ങും അതുപോലെ അദ്ദേഹത്തിൻ്റെ പൾസും നമ്മൾ നോക്കുക. സ്വന്തമായി ശ്വാസം എടുക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ നെഞ്ച് നമുക്ക് ഉയർന്നതും താഴ്ന്നതുമായിട്ട് കാണാൻ സാധിക്കും. പൾസ് അറിയണമെങ്കിൽ നമുക്ക് റേഡിയൽ പൾസ് കയ്യിൽ ഇവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ റേഡിയൽ പൾസും അതുപോലെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ആംഗിൾ ഓഫ് ജോയുടെ ഭാഗത്ത് നമ്മൾ വിരൽ വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കരോട്ടിക് പൾസും മനസ്സിലാക്കാൻ കഴിയും. ബ്രീത്തിങ്ങും പൾസും ഉണ്ട് എങ്കിൽ ഈ വ്യക്തിയെ നേരെ കിടത്തി കാലുകൾ രണ്ടും കുറച്ച് ഉയരത്തിൽ പൊക്കി വെക്കുക. ഇങ്ങനെ കാലുകൾ പൊക്കി വെക്കുന്നത് തലയിലേക്കുള്ള രക്തയോട്ടം കൂടാൻ സഹായിക്കും. അദ്ദേഹം കിടക്കുന്ന പരിസരം ഒന്ന് നിരീക്ഷിക്കുകയും അപകടകരമായ രീതിയിൽ ഒരു വസ്തുക്കളും അവിടെ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും വേണം. അഥവാ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സോ മറ്റോ ഉണ്ട് എങ്കിൽ അവ നീക്കം ചെയ്യുകയും വേണം. വസ്ത്രങ്ങളോ മറ്റോ ദേഹത്തോട് ചേർന്ന് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ അവ ലൂസാക്കി ആയാസപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ ആളുകളൊക്കെ കൂടി നിന്ന് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ ആളുകളോടൊക്കെ ഒന്ന് മാറാൻ പറഞ്ഞ് കുറച്ച് ശുദ്ധമായി കിട്ടുന്ന രീതിയിൽ ക്രമീകരിക്കണം. ഇനി അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടുകയാണ് എങ്കിൽ പെട്ടെന്ന് ഉടനെ തന്നെ അദ്ദേഹത്തിന് എഴുന്നേൽപ്പിക്കാൻ പാടില്ല. പതുക്കെ എണീപ്പിച്ച് ഇരുത്തിയ ശേഷം കുടിവെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് സമാധാനപ്പെടുത്തി പിന്നീട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇനി നമ്മൾ ആദ്യം പരിശോധിച്ച സമയത്ത് ഇദ്ദേഹത്തിന് ബ്രീത്തിങ്ങോ പൾസോ ഒന്നും തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഉടനെ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യണം. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യണം. സഹായത്തിന് 1-2 പേരെ നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ എമർജൻസി നമ്പറിൽ വിളിച്ച് ആംബുലൻസ് എത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യണം. ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആ സമയം വരെയും CPR തുടർന്നുകൊണ്ടേയിരിക്കണം. ഇദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നത് CPRലൂടെ മാത്രമേ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി എന്തുകൊണ്ടാണ് ആളുകൾ കുഴഞ്ഞു വീഴുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു തലയിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് കൊണ്ടാണ് എന്ന്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായും നമുക്ക് ഇതിനുള്ള കാരണങ്ങൾ 3ആയി കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് നമ്മുടെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുകയും അതുപോലെ ബോധക്ഷയം സംഭവിക്കുകയും ചെയ്യുക. അതിന് നമ്മൾ കാർഡിയാക് സിങ്കോപ്പ് എന്നാണ് പറയുക. ഈ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു റീസണാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഹൃദയസ്തംഭനം, പെട്ടെന്ന് നമ്മുടെ ഹൃദയമിടിപ്പ് നിന്ന് പോകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെയാണ് ഹൃദയമിടിപ്പിലുള്ള വ്യത്യാസങ്ങളും. ഹൃദയമിടിപ്പ് ക്രമാതീതമായിട്ട് ഉയരുകയോ അതുപോലെ ഹൃദയമിടിപ്പ് ക്രമാതീതമായിട്ട് താഴുകയോ ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് ബോധക്ഷയം സംഭവിക്കാനും കുഴഞ്ഞു വീഴാനും സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന പ്രശ്നങ്ങൾ, അതായത് ഹാർട്ടിൻ്റെ വാൾവിലുള്ള പ്രശ്നങ്ങളൊക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയോർട്ടിക് സ്റ്റീനോസിസ് എന്നൊക്കെ പറയുന്ന അസുഖമുണ്ട്. ഹാർട്ടിൻ്റെ വാൾവ് ചുരുങ്ങുന്ന അസുഖങ്ങൾ. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ മസിലിൽ വരുന്ന പ്രശ്നങ്ങൾ, ഹാർട്ടിൻ്റെ ഉൾഭാഗത്ത് മസിലിന് വണ്ണം കൂടുക, അതിന് HOCM എന്നൊക്കെ നമ്മൾ പറയും, ഹൈപ്പർട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതി എന്നൊക്കെ. ഇത്തരം അസുഖങ്ങളിലൊക്കെ ഹാർട്ടിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ബ്ലഡിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയും. അപ്പോൾ ഈ ആളുകൾക്കും ബോധക്ഷയവും കുഴഞ്ഞു വീഴലൊക്കെ അനുഭവപ്പെടാം. പക്ഷെ പ്രത്യേകിച്ചും ഈ സ്ട്രക്ചറിലുള്ള പ്രശ്നം, ഹാർട്ടിൻ്റെ സ്ട്രക്ചറിൽ പ്രശ്നമുള്ള ആളുകൾക്ക് പ്രധാനമായിട്ടും അവർ എക്സർസൈസ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഇത്തരത്തിൽ കുഴഞ്ഞു വീഴലും ബോധക്കേടൊക്കെ ഉണ്ടാകുക. ഇനി രണ്ടാമത്തെ കാരണം പരിശോധിക്കുകയാണെങ്കിൽ അത് നമ്മൾ വാസോവാഗൽ സിങ്കോപ്പ് എന്നാണ് പറയുക, അല്ലെങ്കിൽ വാസോവാഗൽ റിഫ്ലക്സ് എന്നും പറയും. ഇതാണ് കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നത്. ഇത് ടീനേജേഴ്സിലും അതുപോലെ യങ് ആയിട്ടുള്ള ആളുകളിലും കാണപ്പെടുന്നു. നമ്മൾ പെട്ടെന്ന് പേടിക്കുകയോ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ഔട്ട് ആവുകയോ പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ ഹീറ്റിന് എക്സ്പോഷർ, അതായത് ചൂടേൽക്കുകയോ അമിതമായ ചൂടേൽക്കുകയോ
അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള ഒരു പെയിൻ, വേദന നമ്മൾ അനുഭവിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് നേരം നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് റേറ്റും ബി പി ഒക്കെ കുറഞ്ഞു വരികയും അത് കാരണം ബോധക്ഷയം സംഭവിച്ച് നമ്മൾ വീഴുകയും ചെയ്യുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ വാസോവേഗൽ റിഫ്ലക്സ് എന്നൊക്കെ പറയുന്നത്. ബ്ലഡൊക്കെ കണ്ട് പേടിച്ച് തലമിണ്ടി വീഴുന്നത് കണ്ടിട്ടില്ലേ? അതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇത് വീണ് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നാൽ തന്നെ ഓട്ടോമാറ്റിക് ശരിയാവുകയും ചെയ്യുന്നൊരു സംഭവമാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാരണം പരിശോധിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്നാണ് പറയുന്നത്. അതായത് ഈ വ്യക്തി കിടക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ കിടന്നിടത്തുനിന്ന് എണീക്കുന്ന സാഹചര്യത്തിൽ തലമിന്നാനും അതുപോലെ കുഴഞ്ഞു വീഴാനൊക്കെ സാധ്യതയുണ്ട്. ഇത് സാധാരണ ഡീഹൈഡ്രേഷൻ, അതായത് ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും ബ്ലഡ് ലോസ് ഒക്കെ അമിതമായിട്ടുണ്ടാകുമ്പോഴും ഒക്കെയാണ് കാണുക. അതുപോലെ തന്നെ ചില മരുന്നുകൾക്കും ബ്ലഡ് പ്രഷറിന് കൊടുക്കുന്ന ചില മരുന്നുകളുണ്ടല്ലോ, ഡയൂററ്റിക്സ് പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളുകളിലും ഇത്തരം ഒരു പ്രതിഭാസം ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ കാണാറുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് പ്രമേഹ രോഗികളായിട്ടുള്ള ആളുകൾക്ക് ആ പ്രമേഹ രോഗം കാലുകളിലെ ഞരമ്പുകളെ ബാധിച്ചിട്ടുണ്ട് എങ്കിലും അവർക്കും ഇത്തരം ഒരു അവസ്ഥ അനുഭവപ്പെടാം, ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർടെൻഷൻ അനുഭവപ്പെടാം. പിന്നെ ഇതിലൊന്നും പെടാത്ത മറ്റു കാരണങ്ങൾ കൂടിയുണ്ട്. അതായത് ഷുഗർ കുറയുന്ന സാഹചര്യം, ഹൈപ്പോഗ്ലൈസീമിയ, അപസ്മാരം വരുന്ന സാഹചര്യം, അതുപോലെ സ്ട്രോക്ക് ഒക്കെ വരുമ്പോഴും ഇതുപോലെ കുഴഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരാൾ കുഴഞ്ഞു വീഴാനുള്ള കാരണങ്ങൾ. കുഴഞ്ഞു വീഴുക അല്ലെങ്കിൽ ബോധക്ഷയം സംഭവിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു അസുഖമല്ല, മറിച്ച് ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. ആ കാരണം നമ്മൾ കണ്ടെത്തുകയും അതിന് പ്രോപ്പറായിട്ട് നമ്മൾ ചികിത്സിക്കുകയുമാണ് ചെയ്യേണ്ടത്. പലപ്പോഴും ഇത്തരം ആളുകളെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ബ്ലഡിൻ്റെ അളവ്, ബ്ലഡ് ഷുഗറിൻ്റെ അളവ്, അതുപോലെ ബ്ലഡ് പ്രഷർ, പിന്നെ നമ്മളൊരു ECG യും എക്കോ കാർഡിയോഗ്രാഫിക്ക് ചെയ്തിട്ട് ഹാർട്ടിൻ്റെ സ്ട്രക്ചറിലൊന്നും കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താറുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ആളുകളുടെ അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.